ഈശോയെ ഈശോയെ എന്ന് വിളിച്ചപേക്ഷിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ടോ? ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നത്? തൻ്റെ നാമം വെറുതെ ഉപയോഗിക്കരുത്, വൃഥ ഉപയോഗിക്കരുത് എന്നല്ലേ വചനം പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കണമെന്ന് ഈശോ തന്നെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈശോ എങ്ങനെയാണ് തൻ്റെ തിരുനാമത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈശോ എങ്ങനെയാണ് തൻ്റെ നാമത്തെ പ്രൊമോട്ട് ചെയ്തത്? വിമർശിക്കുന്നവർ ഉപയോഗിക്കുന്ന ഒരു വചനഭാഗം മത്തായിയുടെ സുവിശേഷം 7:21 അത് കോട്ട് ചെയ്ത് പറയാറുണ്ട്. ഈശോയുടെ ഒരു വചനമാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന വചനം കോട്ട് ചെയ്തിട്ട് വിമർശിക്കുന്നവർ പറയും, അതുകൊണ്ട് ഈശോയെ ഈശോയെ എന്ന് വിളിച്ചപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, കർത്താവിൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിച്ചാൽ മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, തൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നത് അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 തിരുവചനങ്ങളിൽ ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന്. അതായത് ഈശോ തൻ്റെ നാമത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ്.